നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രമുഖരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള മുന്നണികളുടെ ശ്രമത്തിനിടെ തൃശൂരിൽ വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് മകൻ രഘു വെളിപ്പെടുത്തി. സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അടുത്ത ബന്ധമുള്ള ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്നും പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സംഭവം ചർച്ചയായതോടെ മകൻ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പാർട്ടി പറഞ്ഞാൽ ഗോപി ആശാനെ നേരിൽ കാണുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ നിലപാടായി കരുതുന്നില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. അതെനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല. പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എത്രയൊക്കെ ഈ വിവാദത്തിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിച്ചാലും ഈ ഓപ്പറേഷൻ പത്മഭൂഷൺ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായില്ലേ? തീർച്ചയായും വേണു, അതുതന്നെയാണ് ഇന്ന് എം വി ഗോവിന്ദനും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇത് വലിയ ചർച്ചയാകുന്ന തലത്തിലേക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ, അതായത് ഗോപി ആശാന്റെ കുടുംബ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടർ മുഖാന്തരമാണ് ഇത്തരത്തിൽ ചർച്ച നടത്തിയതെന്നും ആ ഡോക്ടർ മാത്രമല്ല പല VIP-കളെയും ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഈ ചർച്ചകൾ തുടരുന്നു എന്നുള്ളതുമാണ് പറയുന്നത്. ഈ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് തന്നെ കുടുംബം ഇതിനെ നിരാകരിക്കുന്നു. ആ സമയത്താണ് ഈ പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത്. തുടർന്ന് ഈ മകൻ തന്നെ, അതായത് രഘു പറയുന്നത് ഇപ്രകാരമാണ്. തുടർന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പത്മഭൂഷൺ അല്ല പ്രധാനം, നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഇത് മടക്കുകയാണ് ചെയ്തത്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് വലിയ മനോവിഷമം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് രഘു വ്യക്തമാക്കുന്നു. പക്ഷേ ഈ വിചാരിച്ചതിലും വലിയ തലത്തിലേക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതിനെ തുടർന്നാണ് ഈ വിവാദങ്ങളിലേക്ക് ഇനി വലിച്ചിഴക്കാനില്ല, അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നത് എന്നുള്ളതാണ് രഘു വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് സുരേഷ് ഗോപി ഇതിൽ മറുപടിയുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത് തന്റെ പരിപാടികളൊന്നും തന്നെ താനല്ല നിശ്ചയിക്കുന്നത്, കൃത്യമായി പാർട്ടി അധ്യക്ഷൻ, ജില്ലാധ്യക്ഷൻ തീരുമാനിക്കുന്ന പ്രകാരമാണ് ഈ പൗരപ്രമുഖരെ അടക്കം കാണുന്നത്. അങ്ങനെ ഗോപി മാഷുമായി കാണാൻ വേണ്ടി ഒരു തരത്തിലുള്ള തീരുമാനവും നിലവിൽ എടുത്തിട്ടില്ല. പക്ഷേ പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും. ഒരു ഗുരുതുല്യനായാണ് കാണുന്നത്. അദ്ദേഹത്തെ കാണുന്ന സമയത്ത് മുണ്ടും നേരിയതും നൽകി അദ്ദേഹത്തെ വണങ്ങും. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറല്ലെങ്കിൽ അത് ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് അദ്ദേഹത്തെ സങ്കല്പിച്ചുകൊണ്ട് വണങ്ങും എന്നൊരു മറുപടിയാണ് സുരേഷ് ഗോപി നൽകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പലപ്പോഴും BJP-യിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അവർ അതിന് വഴങ്ങാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനം എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ രൂക്ഷമായ രീതിയിൽ BJP-യെയും സുരേഷ് ഗോപിയെയും വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ശരി, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറും ഇന്ന് വിവാദത്തിൽ കുരുങ്ങി. ഇലക്ഷൻ കമ്മീഷൻ അംബാസഡറായ ടോവിനോ തോമസിന്റെ ചിത്രം വെച്ചുള്ള പോസ്റ്ററാണ് തിരിച്ചടിയായത്. താരത്തിന്റെ അതൃപ്തിയെ തുടർന്ന് ചിത്രം പിൻവലിക്കേണ്ടി വന്നു. ടോവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസഡറാണെന്നത് അറിയില്ലായിരുന്നുവെന്ന് VS സുനിൽകുമാറിന്റെ വിശദീകരണം. ഞാൻ ടോവിനോ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മുടെ വോട്ടറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആളെ കാണാൻ പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പോൾ ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളോട് നിർദ്ദേശം കൊടുത്തു, ഇടുമെന്ന് പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ അത് അവസാനിച്ചു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചയ്ക്കകം വെളിപ്പെടുത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട ശേഷം സത്യവാങ്മൂലം സമർപ്പിക്കണം. കേസ് പരിഗണിക്കവേ ഇന്നും SBIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കോടതി വിധി തൽപരകക്ഷികൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പരാതിപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഇന്ന് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിടാതിരിക്കാൻ എന്ത് തന്ത്രമാണ് SBI പയറ്റിയത്? സുപ്രീം കോടതി അതിനെന്ത് താക്കീതാണ് നൽകിയത്?
കഴിഞ്ഞ സമയങ്ങളിൽ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് SBIയുടെ ഭാഗത്ത് നിന്ന് ഹരീഷ് സാൽവെ ഉന്നയിച്ചത്. അദ്ദേഹം സാങ്കേതികമായിട്ട് വിവരങ്ങളെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു. ആ ഘട്ടത്തിൽ കോടതി ഇടപെട്ടു. സാങ്കേതികമായി കാര്യങ്ങൾ വിശദീകരിച്ച് സങ്കീർണതകളിലേക്ക് നയിക്കുകയല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SBIയുടെ ചെയർമാനോ ചെയ്യേണ്ടത്. എന്ത് സാങ്കേതികത ഉണ്ടെങ്കിലും അഥവാ എന്താണ് നേരിടേണ്ടി വന്നാലും ഇതെല്ലാം മറികടന്ന് അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുക, സുപ്രീം കോടതി ഉത്തരവിന്റെ താല്പര്യത്തിന് അനുസരിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന കടമയാണ് ചെയർമാൻ ഉള്ളത് എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഇനി ഏതെങ്കിലും വിധത്തിൽ എല്ലാം ഉത്തരവുകൾ തന്നാൽ മാത്രമേ പാലിക്കൂ എന്ന് വരരുത്. നേരത്തെ തന്നെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവുള്ളതാണ്. അത് പാലിക്കാനായി വീണ്ടും വീണ്ടും ഉത്തരവ് നൽകേണ്ടി വരുന്നത് ഒരു നല്ല പ്രവണതയല്ല. അത് ആവർത്തിക്കാനായി ഇനി സാഹചര്യം ഉണ്ടാകില്ല. വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൈമാറി അതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് കേന്ദ്ര സർക്കാർ ഉന്നയിച്ച ഇരവാദമാണ്. തങ്ങളെ വേട്ടയാടാനായിട്ട് ഈ വിധി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതിയിൽ അറിയിച്ചത്. ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞത് തങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള മുൻവിധികളോ അല്ലെങ്കിൽ ഒരു താല്പര്യങ്ങളോ ഇല്ല, മറിച്ച് ഭരണഘടനയും അതിന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപെടലുകളും. അതുകൊണ്ട് ഈ ഉത്തരവ് പാലിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം, അത് ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. വേണു. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി മുജീബ് റഹ്മാൻ കൊടും ക്രിമിനൽ. മോഷ്ടിച്ച ഓട്ടോയിൽ വയോധികയെ കയറ്റി ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയ മുത്തേരി കേസിലെ പ്രതിയായിരുന്നു മുജീബ്. മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങി ദിവസങ്ങൾക്കകമാണ് മുജീബ് അനുവിനെ കൊലപ്പെടുത്തിയത്. മുജീബിനെ തൂക്കിക്കൊല്ലണമെന്ന് മുത്തേരി പീഡനക്കേസിലെ അതിജീവിത 24-നോട് പറഞ്ഞു. ഇത്രയും ക്രൂരത ചെയ്ത് ഇന്നങ്ങനെയൊക്കെ ആക്കി ഇന്റെ എല്ലാ കേസിന്റെ ഒക്കെ കോടതിയിൽ എത്തിയിട്ട് ആ കോടതി എന്താ വില വെറുതെ വിട്ടെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനൊക്കെയും ചെയ്യുകയും ചെയ്ത് ഓനെ പിന്നെ ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ പിന്നെയും പോയി ഇന്നലെപ്പോ പിന്നെയും കൊല്ലാനുണ്ടായത്. ഇന്നിപ്പോ അത് ചെയ്ത് വെച്ച് നാളെ ഓന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാൽ കോടതി വിടൂലേ? എന്ത് കോടതിയാണ്? കോടതി എന്ന് പറഞ്ഞാല് എന്താണ് എനിക്ക് അറിയൂല. ഒന്നും ഇഷ്ടല്ല. ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. എന്നാൽ എന്റെ അറിവിനാലെ ഞാൻ പറയാ. പിന്നെ വേനെ വിടാവോ? വേനെ വെച്ചക്കരുത്, കൊന്നാണോ? എനിക്കതേ പറയാനുള്ളൂ. വേനെ ഇനി വെച്ചക്കരുത്. വെച്ചാ വേന ഞങ്ങളെ പിറ്റേന്നു പെൺകുട്ടികളെ, തള്ളമാര്, അമ്മമാര്, ഇന്നെ കാണാൻ പ്രായമുള്ളവര്, ഇന്റെ പ്രായക്കാര് എല്ലാരും ഓൻ ചെയ്യാൻ പോണതാണ്. ഇനി ഓനെ വെച്ചക്കരുത്. മുജീബിനെ വീട് വളഞ്ഞ് സാഹസികമായി പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരും. അതിനു മുൻപായി ആ ദൃശ്യങ്ങളിലേക്ക്. മുജീബേ വന്നോ മുജീബേ, ഇറങ്ങിക്കോ. വെറുതെ ഇതിന് ചുറ്റും ഞങ്ങളുണ്ട്. പിന്നെ നീ എന്താക്കാൻ അതിൽ വന്ന്? ഓട് വിളിച്ച് ഇറങ്ങാൻ നോക്കുന്നു. ഓ ആ നീ പുറത്ത് പോയിക്ക്. ഒരു പാര എടുക്ക്. വാതിലേശം പൊളിഞ്ഞു. പുറത്ത് നോക്കേ. സാറേ വാതിൽ പൊളിക്കല്ലേ സാറേ, പ്ലീസ് വാതിൽ പൊളിക്കല്ലേ സാറേ, വാതിൽ പൊളിക്കല്ലേ സാറേ. എന്തിനാ സാർ വാതിൽ പൊളിക്കുന്നത്? സാറേ വാതിൽ പൊളിക്കുന്നത് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ മുജീബിനെ സാഹസികമായൊക്കെ പിടിച്ചു പോലീസ് എന്ന് പറയുമ്പോഴും ഈ അതിജീവിത പറഞ്ഞത് കേട്ടില്ലേ? 55ഓളം അതിലധികം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പോലീസിന് ഇയാളെ നിരീക്ഷിക്കുന്നതിലടക്കം വീഴ്ച വന്നതുകൊണ്ടായിരിക്കില്ലേ ഈ അനുവിന് ദാരുണമായ ഒരു അന്ത്യം നേരിടേണ്ടി വന്നത്?
വേണു, 4 വർഷം മുമ്പ് നടന്ന ബലാത്സംഗത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് അതിജീവിത നമ്മളോട് വ്യക്തമാക്കിയത്. 2020 മുത്തേരിയിൽ ഈ സംഭവം നടക്കുന്നത്. ഈ വയോധിക ഹോട്ടലിലേക്ക് ജോലിക്ക് പോകുകയായിരുന്നു. അതിനിടയിലാണ് ഓട്ടോയിലെത്തിയ മുജീബ് റഹ്മാൻ ഈ വയോധികയെ ഓട്ടോയിലേക്ക് കയറ്റുകയും തുടർന്ന് അതിദാരുണമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തത്. ഈ വയോധിക പറയുന്നതനുസരിച്ച് കൈകാലുകൾ കെട്ടിയിട്ട ശേഷം ബലാത്സംഗം ചെയ്തു. ക്രൂരമായി മർദ്ദിച്ചപ്പോൾ മൂക്കിൽ നിന്നും ഉൾപ്പെടെ ചോര വന്നു. അപ്പോഴും ബലാത്സംഗവും ഒപ്പം തന്നെ അതിക്രമവും അവസാനിപ്പിച്ചില്ല എന്നാണ് വയോധിക പറയുന്നത്. അന്ന് ആ കേസിൽ കൃത്യമായ ശിക്ഷ ഈ മുജീബിന് ലഭിച്ചിരുന്നെങ്കിൽ പേരാമ്പ്രയിലെ അനുവിന് ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്നും ഈ വയോധിക പറയുന്നുണ്ട്. അന്ന് കൃത്യമായ ശിക്ഷ നൽകിയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ജയിൽവാസത്തിന് ശേഷമാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ആ സംഭവം നടന്ന ഏതാണ്ട് 4 വർഷം പിന്നിടുമ്പോഴാണ് സമാനമായ മറ്റൊരു കേസിൽ ഇയാൾ ഇപ്പോൾ അകപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന 55-ലധികം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന്. ഏറ്റവും ഒടുവിൽ ജനുവരി 31 മുജീബ് പുറത്തിറങ്ങുന്നത്. അത് കൊണ്ടോട്ടിയിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം 31-ാം തീയതിയാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നത്. ഇനിയിപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മുജീബ് റഹ്മാൻ കൊണ്ടോട്ടിയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് 100-ലധികം CCTV-കൾ ശേഖരിച്ച ശേഷമാണ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴും പോലീസിനെ ആക്രമിക്കാനും മുജീബ് മടിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഉദ്യോഗസ്ഥന് വെട്ടേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൈക്കാണ് വെട്ടേറ്റത്. മാത്രമല്ല ഓട് പൊളിച്ച് രക്ഷപ്പെടാനും മുജീബ് ശ്രമിച്ചു. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് പോലീസ് ഈ പ്രതിയെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഈ കീഴ്പ്പെടുത്തലിന് ഒരു ഫലം ഉണ്ടാവണമെങ്കിൽ ഈ കേസിലെങ്കിലും തക്കതായ ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കണം. അത് അനുവിന്റെ കുടുംബവും പറയുന്നു. അതോടൊപ്പം അതിനു മുമ്പ് ബലാത്സംഗത്തിനിരയായ അതിജീവിതയും പറയുന്നു. ഈ കേസിലെങ്കിലും തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അതിനുവേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമവ്യവസ്ഥയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേണു, രാഹുൽ, ഇപ്പോൾ ഈ പോലീസുകാരനെ പരിക്കേറ്റെന്ന് പറയുകയുണ്ടായല്ലോ ഈ മുജീബിനെ പിടിക്കുന്നതിനിടയിൽ. എന്താണ് ആരോഗ്യ സ്ഥിതി, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ശനിയാഴ്ച വൈകിട്ടോടു കൂടിയാണ് കൃത്യമായ പ്ലാനിങ്ങോടെ പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊണ്ടോട്ടിയിൽ എത്തുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുകയാണ്, വീട് വളഞ്ഞിരിക്കുകയാണ്, മുജീബെ രക്ഷപ്പെടേണ്ട, നീ കീഴ്പ്പെടുന്നതാണ് നല്ല എന്ന കാര്യം ഈ ദൃശ്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. തുടർന്ന് വീടിന്റെ അകത്ത് കയറിയ ശേഷം വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പ്രതിയെ കീഴ്പ്പെടുത്തുന്നത്. ഇതിൽ പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതി ഒളിവിൽ താമസിച്ചിരുന്ന മുറിയിൽ ഉൾപ്പെടെ മാരകായുധങ്ങൾ സൂക്ഷിച്ചിരുന്നു. ആ മാരകായുധങ്ങൾ വെച്ചാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് വെട്ടേറ്റത്. ഈ വെട്ടേറ്റപ്പോഴും പോലീസ് ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറിയില്ല. ഈ പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് ഇവർ പേരാമ്പ്രയിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവരുന്നത്. എന്താണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ നിലവിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ്. ശരി, മുജീബ് റഹ്മാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. ദീപക് ധർമ്മടം അതിന്റെ വിശദാംശങ്ങൾ നൽകും. പേരാമ്പ്ര അനു കൊലക്കേസ് പ്രതിയുടെ ജാമ്യം റദ്ദു ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത്. മുജീബ് റഹ്മാന്റെ ജാമ്യം റദ്ദു ചെയ്യാൻ പോലീസ് റിപ്പോർട്ട് നൽകും. ദീപക് ധർമ്മടം ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ദീപക്, പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ഇതിൽ വേണു ബാലകൃഷ്ണൻ നേരത്തെ രാഹുൽ സുരേഷ് പറഞ്ഞതുപോലെ ഇതൊരു കൊടും ക്രിമിനലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം റദ്ദു ചെയ്യാൻ വേണ്ടി കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള അടിയന്തര നടപടി പോലീസ് ആരംഭിച്ചത്. റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാരൻ ഇതിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് നേരത്തെ മുക്കത്തെ പീഡനക്കേസിൽ ഇയാൾ ജാമ്യത്തിലാണ്. അതിൽ പ്രതിയായ ഈ മുജീബ് റഹ്മാൻ ജാമ്യത്തിലാണ്. ഈ ജാമ്യം റദ്ദു ചെയ്യാൻ വേണ്ടി നാളെ തന്നെ പറ്റുമെങ്കിൽ താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. അതിനുള്ള നിർദ്ദേശം SP ഓഫീസിൽ നിന്നും പോയി കഴിഞ്ഞു. അവിടുത്തെ IP ഉൾപ്പെടെ DYSP ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്, നേരത്തെയുള്ള ജാമ്യ വ്യവസ്ഥ റദ്ദു ചെയ്തുകൊണ്ട് പിന്നീട് വീണ്ടും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാമ്യം റദ്ദു ചെയ്യാനുള്ള പോലീസ് റിപ്പോർട്ട് നാളെ തന്നെ ചിലപ്പോൾ സമർപ്പിച്ചേക്കും പോലീസ്. ഏതായാലും പോലീസ് അതിന്റെ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ മുത്തേരി ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഈ പ്രതിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ? ഇതിൽ നേരത്തെ തന്നെ പോലീസ് പലകുറി ഇയാളെ കാപ്പ ഉൾപ്പെടെ ചുമത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. മലപ്പുറം പോലീസ്, അതായത് ഇയാളുടെ അഡ്രസ്സ് പ്രകാരം ഇയാൾ മലപ്പുറം ജില്ലാ പോലീസിന് കീഴിലാണ്. മലപ്പുറം ജില്ലാ പോലീസ് തന്നെ ഇയാളെ കാപ്പ ചുമത്തുകയും കാപ്പയുടെ ഉള്ളിലേക്ക് ഇയാൾ പോവുകയും
അതിനുശേഷം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഹർജി നൽകിക്കൊണ്ട് ഇയാൾ അതിൽ നിന്നും വിടുതൽ വാങ്ങി ജാമ്യത്തിലിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന സൂചനയെ നമ്മൾ പ്രാദേശികമായി അന്വേഷിക്കുമ്പോഴും ഈ മോഷ്ടാവിന് കൃത്യമായ ചില നിയമസഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. അതായത് വിദഗ്ധരായ അഭിഭാഷകരെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ മുത്തേരി കേസിൽ ഉൾപ്പെടെ ഇയാൾക്ക് ജാമ്യം കിട്ടിയത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് അത്തരത്തിൽ ഒരു ആരോപണം ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉയർത്തിയിട്ടില്ല. ഇരയും സംസാരിച്ച സമയത്ത് അത്തരത്തിലുള്ള ഒരു പോലീസിനെതിരായ ആരോപണം പറഞ്ഞിട്ടില്ല വേണു ബാലകൃഷ്ണൻ. ശരി, മുത്തേരി ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുന്ന മുജീബ് റഹ്മാന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. അനു കൊലക്കേസിന്റെ സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ തുടർനീക്കം. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേള കൂടി. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. ആലുവ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ദുരൂഹത തുടരുന്നു. 3 പേരെ കാണാതായി എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൂടുതൽ പേരെ തട്ടിക്കൊണ്ടുപോയോ എന്ന് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതികളും ഇരകളും തമ്മിൽ പരിചയമുണ്ടെന്ന് സംശയിക്കുന്നുവെന്ന് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. സോ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പിന്നെ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലായത് 3 പേരുണ്ടായിരുന്നു ശരിക്കും. പക്ഷേ 3 പേരാണോ 2 ആണോ അതെല്ലാം നമ്മൾ ആദ്യം എല്ലാവരും പിടിച്ചിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. കാരണം പരാതിയൊന്നുമില്ല. എല്ലാ CO മോട്ടോ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഈ ശരിക്കും 2-3 പേരുണ്ടായിരുന്നു. അത് ആക്ച്വലി എത്രയാണോ അത് നമുക്ക് എല്ലാം കിട്ടിയ ശേഷം മാത്രം പറയാൻ പറ്റൂ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ വളരെ നല്ല ഇൻഫർമേഷൻ ഉണ്ട്. കുറച്ച് പേർ കസ്റ്റഡിയിലേ ഉണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം പറയാൻ പറ്റും. കേസിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രതികൾക്ക് വാഹനം കൈമാറി എന്ന് സംശയിക്കുന്നവരാണ് ഇവർ. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ആദ്യം ഒരാളെ തട്ടിക്കൊണ്ടു എന്ന് പറയുന്നു, പിന്നെ അത് 3 ആകുന്നു. പ്രതികളെപ്പറ്റി സൂചനയില്ല, പരാതിക്കാരായി ആരുമില്ല. എന്താണ് പോലീസിനെ കുഴയ്ക്കുന്നത്? വേണു, അടിമുടി ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം 36 മണിക്കൂർ പിന്നിടുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. ഇപ്പോഴും ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ അല്ലെങ്കിൽ എത്ര പേര് തട്ടിക്കൊണ്ടുപോയിപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരോ ഒന്നുമില്ല എന്നുള്ളതാണ് പോലീസിന് മുൻപിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോഴും പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ 4 പേർ സംഘത്തിലുണ്ട്. ആ 4 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിലേക്ക് എത്താൻ ഒരല്പ സമയം എടുക്കും എന്നാണ്. പ്രധാനമായും സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ 7:10 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് ഒരു ഇന്നോവ കാറിലെത്തിയ 4 അംഗ സംഘം അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളെയാണ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത്. തുടർന്ന് ഇവർ തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ വെച്ച് ഈ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തു. ഈ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഘട്ടത്തിൽ ഈ തട്ടിക്കൊണ്ടുപോയ ആളും ഇവർക്കൊപ്പം ഈ പ്രതികൾക്കൊപ്പം രക്ഷപ്പെട്ടതാണ് പോലീസിന് കൂടുതൽ സംശയം ബലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഇരുവരും തമ്മിൽ പരിചയമുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ സാമ്പത്തിക ഇടപാടുമെല്ലാം പോലീസ് ഒരു അനുമാനമായി കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി സമാനമായ രീതിയിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. പക്ഷെ പിന്നീട് അതങ്ങനെയല്ല, മറ്റൊരു തരത്തിലുള്ള അവർ തമ്മിലുള്ള ചില ഇടപാടുകളുടെ ഭാഗമായി പോയതാണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. അതും പോലീസിന് മുൻപിൽ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ആ വശം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൽ നിലവിൽ സ്വമേധയാ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. സാധാരണ ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണെന്നൊരു നിഗമനം പോലീസിനുണ്ട്. ഈ ആലുവ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മാസം സമാനമായ ഒരു സംഭവം ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗത്തുണ്ട്. അത്തരം എന്തെങ്കിലും സംഭവമാണോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ഈ 4 പ്രതികളെ ഉടൻ പിടികൂടും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞ് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വേണു, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. നെയ്യാറ്റിൻകര പ്ലാമൂട്ടിൽ ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല കവർന്നു. 6 പവന്റെ മാലയാണ് കവർന്നത്. സ്ത്രീ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. യുവതി പോലീസിൽ പരാതി നൽകി. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് യുവതിയും അതുപോലെ തന്നെ പോലീസും ഇതേപ്പറ്റി പറയുന്നത്? വേണു, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു മോഷണം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത്. ഈ വീരാലി സ്വദേശിനിയായ ലിജിദാസിന്റെ മാലയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം
കവർന്നത്. ഇവർ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അധ്യാപികയാണ്. ഇവിടുന്ന് ഡ്രൈവിംഗ് പരിശീലനം നടത്തിയ ശേഷം തിരിച്ചു പോകുന്നതിനിടയിലാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം മോഷണം നടത്തുന്നത്. ഈ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇവരുടെ മാല പൊട്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഇവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയാണ്. എന്തായാലും പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. വേണു. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെയും മാറ്റി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം? വേണു, ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള റിപ്പോർട്ട് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ആ ദിവസം തന്നെ ഏതാണ്ട് 7 മണിയോടുകൂടി സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ യോഗം നടത്തിയിരുന്നു. ചില ഉദ്യോഗസ്ഥന്മാരുടെ താക്കീത് നൽകേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് അടക്കമാണ് അന്ന് തയ്യാറാക്കിയത്. ഇതിൽ ഈ സ്ഥാനം മാറ്റേണ്ട ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഒരു തീരുമാനം അന്ന് കൈക്കൊണ്ടിരുന്നു. അതനുസരിച്ചിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, ഈ രാജീവ് കുമാറിന്റെ മമതാ ബാനർജിയുമായിട്ടുള്ള അടുപ്പം, അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഏജൻസികൾക്ക് അവിടെ സുഗമമായിട്ട് പ്രവർത്തിക്കുന്ന സൗകര്യം ഒരുക്കാനായിട്ട് രാജീവ് കുമാറിന് സാധിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അത് രാജീവ് കുമാർ വിനയായി മാറിയത്. അദ്ദേഹത്തിന്റെ തൊട്ട് ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരിക്കും DGPയുടെ ചുമതല ഇനി ഈ ഇലക്ഷൻ കാലയളവിൽ വഹിക്കുന്നത്. സമാനമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, അത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ബീഹാറിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ആഭ്യന്തര സെക്രട്ടറിമാരെ കൂടി മാറ്റാനുള്ള തീരുമാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് കൂടാതെ സുപ്രധാനമായിട്ടുള്ള 2 നടപടികൾ എന്നുള്ളത് പൊതുഭരണ വകുപ്പിന്റെ സെക്രട്ടറിമാരെ ഹിമാചൽ പ്രദേശിലെയും മിസോറാമിലെയും 2 സെക്രട്ടറിമാരെ മാറ്റിക്കൊണ്ടുള്ള നടപടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന സൂചനയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. വേണം. ശരി, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മോദിയുടെ ശക്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ വിവാദം. രാജ്യത്തെ ജനങ്ങൾ ആരാധിക്കുന്ന ശക്തിയെ രാഹുൽ അപമാനിച്ചെന്ന് നരേന്ദ്രമോദി വിമർശിച്ചു. ജൂൺ 4-ന് ഈ ശക്തി വിജയിക്കുമെന്നും മോദി വെല്ലുവിളിച്ചു. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഇന്നലെ ശിവാജി പാർക്കിലെ ശക്തമായ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം, അതുമായി ബന്ധപ്പെട്ട ആശങ്കയാണോ ഇതിനെ വക്രീകരിച്ചുകൊണ്ടുള്ള ഒരു എതിർ പ്രചാരണത്തിലേക്ക് നരേന്ദ്രമോദി ഇപ്പോൾ നിർബന്ധിക്കുന്നത്? വേണു, ഏതായാലും ശക്തി എന്നുള്ള വാക്ക് എടുത്ത് കാണിച്ചുകൊണ്ട് അതിനൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ ശിവാജി പാർക്കിൽ നടന്ന റാലിയിൽ വെച്ച് പറഞ്ഞത് ഇത്രയാണ്: ഹിന്ദുയിസത്തിൽ ഒരു ശക്തി എന്ന പദമുണ്ട്, ആ ശക്തിക്കെതിരെയാണ് തൻ്റെ പോരാട്ടം. പക്ഷേ എന്താണ് ശക്തി എന്ന് മനസ്സിലാക്കണം. അതായത് അതിനെ നിർവചിക്കുകയാണ് അദ്ദേഹം. EVM-ൽ കുടികൊള്ളുന്ന രാജാവിൻ്റെ ആത്മാവാണ് ശക്തി. അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ, ED, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിലൊക്കെ കുടികൊള്ളുന്ന ആത്മാവ്. അതായത് ഇവയൊക്കെ ഉപയോഗിച്ച് നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ആ ശക്തിക്കെതിരെയാണ് പോരാട്ടം എന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി തെലങ്കാനയിൽ വെച്ച് നടത്തിയ റാലിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭാരതമാതാവിൽ വിശ്വസിക്കുന്നയാളാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സ്ത്രീകളും പെൺകുട്ടികളും സഹോദരിമാരൊക്കെയാണ് ശക്തി, ഒരു നാരീ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളാണ് താൻ, അതുകൊണ്ട് ആ ശക്തിക്കെതിരെയാണ് പോരാടുമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ തന്നെ ഈ ശക്തിക്കെതിരായ പോരാട്ടമാണ്. അങ്ങനെ ഒരു പോരാട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിൽ ആ പോരാട്ടം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് നരേന്ദ്രമോദി പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പോരാട്ടത്തിൽ ഒരു വിജയം കാണും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞതിനേക്കാൾ ഒരു അപ്പുറത്തേക്ക് കടന്ന് ഇപ്പോൾ BJPയുടെ പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അമിത് മാലവീയ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. ഒരു ഹിന്ദുയിസത്തിനെതിരായ ഒരു നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ, നേരത്തെ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സനാതനധർമ്മ പ്രയോഗത്തിന് ശേഷം, പ്രസ്താവനയ്ക്ക് ശേഷം അതേ തരത്തിലൊരു വിവാദമായി മാറാൻ ഒരുപക്ഷെ ഒരു സാധ്യതയുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ശിവാജി പാർക്കിൽ നടത്തിയ പരാമർശങ്ങൾ. ഏതായാലും ആ തരത്തിൽ അത് ഏറ്റെടുത്ത് വിവാദമാക്കുന്നുണ്ട് ഇപ്പോൾ BJP നേതാക്കൾ. കോൺഗ്രസ് കേന്ദ്രങ്ങൾ പ്രതികരിച്ചോ ശ്രീനാഥ്?
ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇതുവരെ വന്ന പ്രതികരണങ്ങൾ, പ്രസ്താവനകളൊക്കെ തന്നെ BJPയുടെ നേതാക്കൾ അത് തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുശേഷം മറ്റ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യക്തത ഏത് തരത്തിൽ വരുത്തണം, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ ഏത് തരത്തിൽ വിശദീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന കോൺഗ്രസ് നടത്തിയേക്കും. കാരണം ഇതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വടക്കൻ ഇന്ത്യയിലെയൊക്കെ സാഹചര്യം കൂടി മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് അതിലൊരു വിശദമായി അതിനെക്കുറിച്ച് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഒരു പ്രതികരണത്തിൽ, ഒരു പ്രതിരോധത്തിലേക്കൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ വരിക. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ തമിഴ്നാട്ടിൽ നിന്നും ജനവിധി തേടും. അതേസമയം കർണാടക BJPയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാളയത്തിൽ പട തുടരുകയാണ്. സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ പാർട്ടി വിടാനൊരുങ്ങുകയാണ് മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡ. മൈസൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്നാണ് സൂചന. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, ഈ RN രവിയുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടൽ തമിഴ്നാട്ടിൽ നടക്കുന്നു. ആ ഘട്ടത്തിലാണ് ഗവർണർ പദവി രാജിവെച്ച് തമിഴ്നാട്ടിൽ നിന്ന് ജനവിധി തേടാൻ ഇപ്പോൾ തമിഴിസൈ സൗന്ദരരാജൻ എത്തുന്നത്. ഇത് DMKക്ക് കൂടുതൽ ശക്തമായി BJPയെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു അവസരവും കൂടിയാവുകയാണോ? വേണു, തീർച്ചയായും. അതായത് നേരത്തെ തന്നെ തമിഴിസൈ സൗന്ദരരാജൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ BJPയുടെ അധ്യക്ഷയായിരുന്നു. അതിനുശേഷമാണ് അവർ പുതുച്ചേരിയിലെയും അതുപോലെ തന്നെ തെലങ്കാനയുടെയും ഗവർണർ ആവുന്നത്. ആ ഒരു സാഹചര്യം നിലവിലുണ്ട്, മുമ്പിലുണ്ട്. അത് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുമെന്നുള്ളതാണ് DMKയുടെ ഭാഗത്തു നിന്നും കൃത്യമായ രാഷ്ട്രീയമായി അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ സ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരുന്ന, പ്രത്യേകിച്ച് ഗവർണർ സ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. BJPയുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ എതിർത്ത് നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള പല ആരോപണങ്ങളും നേരത്തെ തന്നെ ഉണ്ട്. അത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഉപയോഗിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെയാണ് രാഷ്ട്രപതിക്ക് തമിഴിസൈ സൗന്ദരരാജൻ രാജിക്കത്ത് നൽകുന്നത്. അതിനുശേഷം അവർ തെലങ്കാനയിൽ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അതായത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരവസരമായി ഇതിനെ കാണുന്നു. അതിനുവേണ്ടിയാണ് ഈ രാജി എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല തെലങ്കാനയിലെ ജനങ്ങൾക്കും അതുപോലെ പുതുച്ചേരിയിലെ ജനങ്ങൾക്കും എല്ലാം അവർ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 സീറ്റുകളാണ് നിലവിൽ, തമിഴ്നാട്ടിൽ നിന്നാണ് ജനവിധി തേടുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 3 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പുതുച്ചേരിയിലായിരിക്കാം. ഒന്ന് പുതുച്ചേരിയാണ്, മറ്റൊന്ന് തിരുനെൽവേലിയാണ്, മറ്റൊന്ന് സൗത്തിനെയാണ്. അങ്ങനെ ഈ 3 മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിലായിരിക്കും തമിഴിസൈ സൗന്ദരരാജൻ മത്സരിക്കുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങുന്നു. പക്ഷേ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായും DMKക്കൊക്കെ എതിർത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വലിയ പ്രചാരണ ആയുധമാക്കാൻ സാധ്യതയുള്ള ഒരു മാറ്റം കൂടിയാണ് എന്തായാലും ഇപ്പോൾ തമിഴിസൈ സൗന്ദരരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ DMK ഉപയോഗിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനേഷ്, ഒരു കാര്യം കൂടി, ഈ സദാനന്ദ ഗൗഡ ഇപ്പുറത്തേക്ക് പോകുമോ, കോൺഗ്രസിലേക്ക് പോകുമോ? വേണു, കർണാടകയിൽ എന്തായാലും BJPയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ സദാനന്ദ ഗൗഡ കൂടി മറുകണ്ഠം ചാടാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട്. ബംഗളൂരു നോർത്ത് മണ്ഡലത്തിലെ സിറ്റിംഗ് MP ആയിരുന്നു സദാനന്ദ ഗൗഡ. അവിടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശോഭാ കരന്തലജയ്ക്കാണ് അവിടെ സീറ്റ് കൊടുത്തത്. അതോടുകൂടി തന്നെ പുറംതള്ളപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എന്തായാലും സദാനന്ദ ഗൗഡ എത്തിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സദാനന്ദ ഗൗഡ ചർച്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മൈസൂരുവിൽ BJPക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ സദാനന്ദ ഗൗഡ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി KS ഈശ്വരപ്പയുടേതാണ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള KS ഈശ്വരപ്പ മകന് സീറ്റ് നൽകാത്തതിന്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. അവിടെ ശിവമോഗയിൽ മത്സരിക്കുമെന്നുള്ളതാണ്. ശിവമോഗയിൽ മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ മകനായിട്ടുള്ള BS മകനാണ്. അദ്ദേഹത്തിനെതിരെ അവിടെ മത്സരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവമോഗയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തെ കാണില്ല എന്നുള്ള ഒരു കാര്യവും ഈശ്വരപ്പ പറയുകയും ചെയ്തിട്ടുണ്ട്. കാണില്ല എന്ന് മാത്രമല്ല, ശിവമോഗയിൽ താൻ മത്സരിച്ചതിന് ശേഷം, വിജയിച്ചതിന് ശേഷം ഞാൻ പ്രധാനമന്ത്രിയെ കാണുമെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും രൂക്ഷമാണ് പ്രതിസന്ധി, രൂക്ഷമാണ് BJPയെ സംബന്ധിച്ച് അവിടെ. മാത്രമല്ല ജഗദീഷ് ഷെട്ടാറിന്റെ കാര്യവും സമാനമായ രീതിയിൽ 3 മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ മറുകണ്ഠം ചാടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന രീതിയിലാണ് എന്തായാലും കർണാടകയിലുള്ള BJPയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാത്രമല്ല JDSന്റെ ഭാഗത്തു നിന്നും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പറഞ്ഞ രീതി സദാനന്ദ ഗൗഡയെ സംബന്ധിച്ച് കൃത്യമായി തന്നെ കോൺഗ്രസുമായി ചർച്ച നടത്തി എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ. മൈസൂരുവിലായിരിക്കും ഒരുപക്ഷെ സദാനന്ദ ഗൗഡ മത്സരിക്കുക. KS ഈശ്വരപ്പയാണെങ്കിൽ ശിവമോഗയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷത്തിന് ശേഷമാണ് മലയാളി സരസ്വതി സമ്മാന് അർഹനാകുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് പ്രഭാവർമ്മ പറഞ്ഞു.
ഇത് നമ്മുടെ ഭാഷയ്ക്ക് കൈവരുന്ന, നമ്മുടെ സാഹിത്യത്തിന് കൈവരുന്ന വലിയ ഒരു അംഗീകാരമാണ്. മലയാള ഭാഷ ഇതര ഭാഷകൾക്ക് താഴെ അല്ല എന്നും നമ്മൾ ഈ ഭാഷയിലൂടെ സൃഷ്ടിക്കുന്ന സാഹിത്യം ലോകോത്തരമായ സാഹിത്യം തന്നെയാണ് എന്നും ലോകത്തിന് മുമ്പിൽ നമ്മുടെ ഭാഷ വിളിച്ചു പറയുന്ന നിമിഷങ്ങളിലൊന്നായാണ് എനിക്ക് സത്യത്തിൽ ഇത് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെ ഘടകങ്ങളാണ് പുരസ്കാര നിർണയ സമിതി പരിഗണിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഒടുവിൽ ഈ പുരസ്കാരം മലയാള സാഹിത്യരംഗത്തിന് ലഭിക്കുന്നത് 2012-ലാണ്. അന്ന് സുഗതകുമാരിക്കായിരുന്നു ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. അതിനുശേഷം 12 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് വീണ്ടും മലയാള സാഹിത്യരംഗത്തിൽ അത് പ്രഭാവർമ്മയുടെ രൗദ്രം സാത്വികം എന്ന കൃതിയിലൂടെ വീണ്ടും ലഭിക്കുന്നത്. മലയാള സാഹിത്യരംഗത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു പുരസ്കാര നേട്ടം. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അടങ്ങുന്നത്. എന്തായാലും ആ ഒരു പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ രൗദ്രം സാത്വികം എന്ന കൃതിയിലൂടെ, അതായത് അധികാരവും കലയും ചേർത്തിണക്കിക്കൊണ്ടുള്ള ആശയമാണ് പൊതുവെ ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു മുമ്പ് അത് 95-ൽ അന്ന് ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. നിവേദ്യം എന്ന് പറയുന്ന കൃതിക്കായിരുന്നു അന്ന് ലഭിച്ചത്. അതിനുശേഷം 2005-ൽ അയ്യപ്പ പണിക്കറിന് ലഭിച്ചിരുന്നു. അങ്ങനെ മലയാള സാഹിത്യരംഗത്ത് ഇത് 4ാമത്തെ വ്യക്തിയായി പ്രഭാവർമ്മ ഈ ഒരു പുരസ്കാര നേട്ടത്തിന് അർഹരായിരിക്കുന്നു. എന്തായാലും ഈ അല്പം മുൻപായിരുന്നു ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ഈ 23ാമത്തെ വ്യക്തി കൂടിയാണ്, ഈ പുരസ്കാരം ലഭിക്കുന്ന 23ാമത്തെ വ്യക്തിയാണ് പ്രഭാവർമ്മ. വേണു, ശരി. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. വിവരങ്ങളാണ് ആർ അച്യുതൻ നൽകിയത്. കാസർഗോഡ് പെരിയയിൽ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. മംഗലാപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോയ മഹബൂബ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, അല്പസമയം മുൻപാണ് കാഞ്ഞങ്ങാട് ഈ പെരിയ മാവുങ്കൽ എന്ന പ്രദേശത്ത് വെച്ച് അപകടം നടന്നത്. ഇത് മംഗലാപുരം കണ്ണൂർ ദേശീയപാതയാണ്. മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന മെഹബൂബ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്കും മറ്റൊരു യാത്രക്കാരനും ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. ഡ്രൈവറുടെ മരണം സ്ഥിരീകരിച്ചെന്നും ആശുപത്രി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിലും മറ്റു സ്ഥലങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഗുരുതരമായി പരിക്കുള്ള ചിലരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ബസിന്റെ അമിത വേഗമാണോ അപകട കാരണമെന്ന് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. വേണു, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി മാർക്കറ്റ് വ്യൂ, ക്രിസ്റ്റീന ചെറിയാൻ ചേരും. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ചാഞ്ചാട്ടത്തിനൊടുവിൽ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ച വിപണികൾ. സെൻസെക്സ് 105 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,000-ന് മുകളിൽ. കുതിപ്പ് തുടർന്ന് നിഫ്റ്റി മെറ്റൽ ഓട്ടോ മേഖല. കേരളം ഉൾപ്പെടെയുള്ള 17 സംസ്ഥാനങ്ങൾ നാളെ കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നത് 50,000 കോടി രൂപ. ഏറ്റവും അധികം തുകയായ 8,000 കോടി സമാഹരിക്കുന്നത് ഉത്തർപ്രദേശ്. കർണാടകയും മഹാരാഷ്ട്രയും തമിഴ്നാടും തൊട്ടുപിന്നിൽ. ഒരു ദിവസം കൊണ്ട് ഇത്രയധികം തുക ബോണ്ട് വഴി സർക്കാരുകൾ സമാഹരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി. കേരളം കടമെടുക്കുന്നത് 3,742 കോടി. 4 മാസം പ്രായമുള്ള പേരമകൻ 240 കോടിയുടെ ഓഹരികൾ സമ്മാനം നൽകി ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണമൂർത്തി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനാകുന്നത് ഏകാഗ്ര രോഹൻ മൂർത്തി. ഓഹരി കൈമാറ്റത്തെ തുടർന്ന് നാരായണമൂർത്തിയുടെ ഓഹരി 0.40% നിന്ന് 0.36% കുറഞ്ഞു. ഇന്ത്യയിലെ പ്രകൃതിദത്ത റബ്ബർ വില ഈ ദശകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയേക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വില കിലോയ്ക്ക് 200 രൂപ കടന്നേക്കുമെന്ന് വ്യാപാരികൾ. ആഗോള വിപണിയിൽ റബ്ബർ ക്ഷാമം രൂക്ഷം. ടയർ അടക്കമുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിലയും ഉയർന്നേക്കാം. വർക്ക് പെർമിറ്റുകളും റെസിഡൻസി വിസകളും നേടുന്നതിന് നടപടി വേഗത്തിലാക്കാൻ UAE-യിൽ പുതിയ പ്ലാറ്റ്ഫോം. 5 ദിവസത്തിൽ പ്ലാറ്റ്ഫോമിലൂടെ വിസ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം. ആവശ്യമായ രേഖകളുടെ എണ്ണം 16-ൽ നിന്ന് 5 കുറച്ചു.
ഇനി ഇന്നത്തെ വിപണി നോക്കുകയാണെങ്കിൽ രാവിലെ നഷ്ടത്തിലായിരുന്നു, അതിനുശേഷം നേരിയ നേട്ടത്തിലേക്ക് വിപണി വന്നു. വൈകുന്നേരവും നേരിയ നേട്ടത്തിലാണ് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ ദേശീയ ഓഹരി വിപണി നോക്കിയാൽ 32 പോയിന്റ് ഉയർന്ന് 22,055 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴും നിക്ഷേപകർക്ക് ഒരു സൈക്കോളജിക്കൽ ലെവലായി 22,000 എന്നതിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന ശുഭ സൂചനയുണ്ട്. എന്നാൽ ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ വ്യാപാരാനന്തരം അവസാനമായപ്പോഴേക്കും നഷ്ടത്തിലായിരുന്നു. ഇനി ബോംബെ ഓഹരി സൂചിക നോക്കിയാൽ 105 പോയിന്റ് ഉയർന്ന് 72,748 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിയാൽ രാവിലെ രൂപയ്ക്കായിരുന്നു മുൻതൂക്കം, എന്നാൽ ഇപ്പോൾ 2 പൈസ ഉയർന്ന് 82 രൂപ 91 പൈസ എന്ന നിലയിലാണ് ഡോളർ വ്യാപാരം നടക്കുന്നത്. രാവിലെ ഒരു ഡോളറിന് 82 രൂപ 87 പൈസ കൊടുത്ത സ്ഥാനത്താണ് ഓരോ ഇന്ത്യക്കാരനും അവരുടെ ഓരോ പേയ്മെന്റുകൾക്കും 82 രൂപ 91 പൈസ എന്ന നിലയിലേക്ക് ഡോളർ വ്യാപാരം നടത്തേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമുക്കൊരു അതിഥിയുണ്ട് ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാൻ. ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. ഇന്നത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയായിരുന്നു? മെറ്റൽ ഓഹരികളൊക്കെ ഒരുപാട് നേട്ടമുണ്ടാക്കി, അതേസമയം ബാങ്കിങ്, ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടറൊക്കെ താഴെ പോയിട്ടുണ്ട്. ഇനി നാളെയും നിക്ഷേപകർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ മൊത്തം ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ. ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ആദ്യ പകുതി ഒരു നെഗറ്റീവ് റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിന്നിരുന്നതെങ്കിൽ ഇന്ന് രണ്ടാമത്തെ പകുതി ഒരു പോസിറ്റീവ് റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിന്നിരുന്നത്. മൊത്തത്തിൽ ഒരു 200 പോയിന്റിനുള്ളിലാണ് നിഫ്റ്റി എല്ലാം ഇന്ന് മൂവ് ചെയ്തത്. എന്നാലും മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,750-നും 22,250-നും ഇടയിലുള്ള ഒരു റേഞ്ചിനുള്ളിലുള്ള ഒരു ബ്രോഡർ റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു 500 പോയിന്റിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ എന്ന് തോന്നുന്നു. കാരണം പല ന്യൂസുകളും വരാനുണ്ട്. പ്രത്യേകിച്ച് ബുധനാഴ്ച നമുക്ക് US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു ഡിസിഷൻ വരാനുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇലക്ഷന് അങ്ങനത്തെ മറ്റ് പല കാര്യങ്ങളും മുമ്പിലുണ്ട്. അതുകൊണ്ടെല്ലാം ഈ സമയങ്ങളിൽ വലിയ ഒരു താഴ്ചയോ എന്നാൽ വലിയൊരു ഉയർച്ചയോ ഇല്ലാതെ ഈ പറയുന്ന ഒരു റേഞ്ചിനുള്ളിൽ വരുന്ന ദിവസങ്ങളിൽ നിൽക്കാനാണ് സാധ്യത. ഇന്ന് പ്രധാനമായിട്ടും സ്റ്റീൽ കമ്പനികൾ വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ടാറ്റ സ്റ്റീല്, സെയില്, JSW സ്റ്റീല്, ജിൻഡ സ്റ്റീല് തുടങ്ങിയ ഷെയർസുകളെല്ലാം 3 മുതൽ 5% വരെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറിലും ടാറ്റ മോട്ടോഴ്സ്, M&M, ഫോഴ്സ് മോട്ടോഴ്സ് തുടങ്ങിയ ഷെയറുകളും നല്ല ഒരു പെർഫോമൻസ് 3% മുതൽ 5% വരെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ 2 സെക്ടറാണ് പ്രധാനമായിട്ടും പോസിറ്റീവ് കാഴ്ചവെച്ചത്. എന്നാൽ IT സെക്ടറൊക്കെ താഴെയാണ് നിന്നിരുന്നത്. TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനികളെല്ലാം 1-2% താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ചിനുള്ളിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചത് തുടരും. നമസ്കാരം. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരം. വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നടത്തിയ ചർച്ച ഫലം കണ്ടു. വിതരണക്കാർക്കുള്ള കുടിശ്ശികയുടെ ആദ്യ ഗഡു ഇന്ന് വിതരണം ചെയ്യും. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് ധാരണയായത്? വേണു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചത് രോഗികളാണ്. ഇതിനെ തുടർന്നാണ് ഒരു ചർച്ച ഈ മരുന്ന് വിതരണക്കാരും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നടന്നത്. ഈ ചർച്ചയ്ക്കൊടുവിൽ മരുന്ന് വിതരണം പുനരാരംഭിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഈ മരുന്ന് വിതരണക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ചർച്ചയിൽ തീരുമാനമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ മരുന്ന് വിതരണക്കാർക്ക് 8 മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തു തീർക്കാനുണ്ടായിരുന്നത്. അതിൽ ആദ്യ ഗഡു എന്ന വിധത്തിൽ 1 കോടി രൂപ ഇന്ന് കൊടുക്കും. ഒപ്പം തന്നെ അവരുടെ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയുടെ ഒരു ഭാഗം ഈ വരുന്ന വെള്ളിയാഴ്ചക്കകം കൊടുത്തു തീർക്കാനും ധാരണയായിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ വർഷത്തെ മുഴുവൻ തുകയും, കുടിശ്ശികയുള്ള മുഴുവൻ തുകയും ഈ മാസം 31-നകം കൊടുത്തു തീർക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൂടി നിലവിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. ഈ ധാരണയുടെ പുറത്താണ് ഈ സമരം പിൻവലിക്കാനുള്ള ഒരു തീരുമാനം മരുന്ന് വിതരണക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരുന്ന് വിതരണം നിലച്ചതുമായി ബന്ധപ്പെട്ട് രോഗികൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ക്യാൻസർ ബാധിതർ ഉൾപ്പെടെ
പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ്. ഭീമമായ തുക മുടക്കിയാണ് അവർ പുറത്തെ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. ഇത് ഒരുപക്ഷെ ഈ സർക്കാരിന്റെ അടക്കം ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് കോഴിക്കോട് MP MK രാഘവന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഉപവാസമടക്കമുള്ള സമര പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ നീങ്ങിയത്. ഏതായാലും ഇതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. മരുന്ന് വിതരണം ഇന്ന് പുനരാരംഭിക്കും എന്നുള്ളതാണ് മരുന്ന് വിതരണക്കാർ നൽകുന്ന ഉറപ്പ്. വേണു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇതോടെ ഇന്ന് സംഭവിക്കുന്ന പൂർണ്ണമാകുന്നു. ഇനി ഇപ്പോൾ കിട്ടിയതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ.